വളർത്താനുള്ള ഒരു സാങ്കേതിക തത്വം, ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ ഓരോ വീടുകളിലുണ്ട്. ആരും ശ്രദ്ധിച്ചു കാണില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാമായിരുന്നു ഇതേപോലെ അല്ലേ? അവിടെ ഒരു സീറ്റിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. എന്നാൽ ആ സ്ഥാനത്ത് നമ്മുടെ വീടുകളിൽ വന്നിരിക്കുന്നത് എന്താണ്? സെറ്റിയാണ്. എന്താണ് ഈ സെറ്റിയുടെ മനഃശാസ്ത്രം? എന്താണ് സെറ്റിയുടെ മനഃശാസ്ത്രം? സെറ്റിയുടെ മനഃശാസ്ത്രം എന്താ? അച്ഛൻ ജോലി കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നു, രണ്ടുപേർക്ക് ഇരിക്കാവുന്ന സെറ്റിയാണ്, 2 സീറ്റുണ്ട്. അച്ഛൻ ജോലി കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നു, അച്ഛനുമായിട്ട് അടുത്ത് വർത്തമാനം പറയാൻ അമ്മയും അവിടെ ഇരിക്കുന്നു, സീറ്റ് വീലായി. അപ്പോഴാണ് 3 മക്കളുണ്ട്. ഒരാൾ വന്ന് അച്ഛന്റെ അവിടുത്തെ ആ ഹാൻഡിൽ കയറിയിരിക്കുന്നു, ഇപ്പം ഒരാൾ വന്നിരിക്കുന്നു, ഇടയ്ക്കുള്ള ഒരു കൃമിയുണ്ട്. അവനിങ്ങനെ കുത്തിത്തിരിക്കുന്നതിനകത്ത് കയറാൻ ശ്രമിക്കുമ്പോഴേ അമ്മയുടെ കാല് അറിയാതെ അച്ഛന്റെ കാലിലേക്ക്, അച്ഛന്റെ കൈ അറിയാതെ, അവന്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ കൈ നോക്കാറുള്ളൂ, അറിയാതെ ഈ ഭാര്യയുടെ തോളിലേക്ക് ഇങ്ങനെ കൈ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, അരമണിക്കൂറായി ആ ഒരു ഇരുത്തം വിജയകരമായി പൂർത്തീകരിച്ചാൽ അന്നത്തെ ദിവസം ആ വീട്ടിൽ വളരെ സന്തോഷമായ ഉറക്കം വരും. ആ ഭാര്യയ്ക്കും ഭർത്താവിനും അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിരിക്കും. അവിടെ നിന്ന് എണീക്കുന്നത് തന്നെ അവർക്ക് ഒരു വലിയ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാ. കാരണം എന്താ? ഈ മനുഷ്യൻ എന്റെ തോളത്ത് 15 മിനിറ്റ് കൈ വെച്ചിരുന്നല്ലോ, അവരുടെ കാല് എന്റെ ദേഹത്ത് മുട്ടിയിരുന്നല്ലോ. ഈ സമയത്ത് മൊബൈലിനകത്ത് കളിക്കാനുള്ള സന്ദർഭമായി ഉപയോഗിച്ചത്. ഇതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾ കേട്ടോ, ക്വാളിറ്റി ടൈം എങ്ങനെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നോ അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തി വളരുന്നത്. പഠിക്കട, കുടിക്കട, ഇത് ക്വാളിറ്റി ടൈം പറയുന്ന ഉപദേശമല്ല. അവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവന്റെ എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യം നിറവേറ്റി കഴിയുമ്പോഴേ അമ്മ അടുത്തിരുത്തി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അയാൾ ശാന്തമായിരിക്കുന്ന സമയത്ത് വിളിച്ചെന്ന് പറയണം. തിരിച്ചും അതുപോലെ തന്നെയാണ്. അവളെ കൊണ്ട് എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അവൾ ശാന്തമായിരിക്കുന്ന, അവളെ പ്രതീക്ഷിക്കുന്ന സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ക്വാളിറ്റി ടൈം. നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും ഇടയിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമിൽ ഉപയോഗപ്പെടുത്താം. വെളുപ്പിനെ എനിക്ക് അടുക്കളയിൽ സ്വിച്ചിട്ട മെഷീൻ പോലെ ഊർന്നു കിടക്കുന്ന സ്ത്രീകൾക്ക് ചെന്നല്ല ലോകാര്യം പറയാൻ പോണത്. വൈകിട്ട് 4 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി 7 മണിക്ക് മുമ്പ് ജോലി ഒതുക്കുന്ന സമയത്തല്ല ലോകാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ കിട്ടുന്നൊരു സമയമുണ്ടല്ലോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രോയിങ് റൂമിൽ അലങ്കരിച്ചിരിക്കുന്ന ആ സെറ്റിയുണ്ടല്ലോ, അവിടെ പാന്റ് കൊണ്ട് ഊരിയിടാനും ചുരിദാറിന്റെ ടോപ്പ് കൊണ്ട് ഊരിയിടാനും ബാഗ് കൊണ്ട് വെക്കാനുള്ള ഒരു സംവിധാനമായി പ്രിയപ്പെട്ടവരെ കളയരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന നിയമസഭ കൗൺസിലിംഗ് അവിടെയാണ് കൂടേണ്ടത്. അവിടെ എല്ലാം ചർച്ചയ്ക്ക് വരണം. നാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വരണം. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഇഷ്യൂസ് ആ സെക്യൂരിറ്റിക്കകത്ത് ചർച്ചയ്ക്ക് വരണം. റീൽസ് അവിടെ ചർച്ചയ്ക്ക് വരണം. ഇന്നലെ ഞാൻ കണ്ട റീൽസ്, അത് ഏതോ വിദേശ രാജ്യങ്ങളിൽ വന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കുട്ടി മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ അകലത്തെ കുറിച്ചിരിക്കുക, അമ്മ വന്നിട്ട് ഒരു ഷാൾ എടുത്തിട്ട് ഈ മൊബൈലും തലയും ഒന്നിച്ച് വെച്ച് കെട്ടി. കണ്ടായിരുന്നു നിങ്ങൾ? കണ്ടായിരുന്നു? ഞാൻ ചെയ്യുന്നില്ല, ശ്വാസം അത് റീൽസിന് വേണ്ടിയുള്ളതായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ അത് എന്തിനാ അമ്മ എങ്ങനെ ചെയ്യുന്നത്? കണ്ടോ? അല്ലാതെ ഭക്ഷണം കഴിക്കുന്ന മൊബൈൽ നോക്കുന്ന ഇതല്ല, ആ സ്റ്റൈലല്ല. ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാകണം. ഒരു ഇൻസിഡന്റ്, ഏതൊരു സംഭവത്തിൽ ഇൻസിഡന്റ് ഉണ്ടാകണം. അപ്പൊ അത് പഠിച്ചോളൂ, അനുഭവകരമാകണം. സ്വാമി വിവേകാനന്ദ പറഞ്ഞ വിദ്യാഭ്യാസത്തെ കുറിച്ച്, എഡ്യൂക്കേഷൻ ഇസ് ദി ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ്. SPS UPSിലോ അല്ലെങ്കിൽ തൊട്ടുമുള്ള LP സ്കൂളിലോ നടക്കാവുന്ന ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒന്നും അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ കിട്ടുന്നതും അവിടെ കിട്ടുന്നത് എല്ലാം ചേർത്ത് വെച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് അവർ നേടിയ വിദ്യാഭ്യാസം.